ഞാൻ തിരുവനന്തപുരം ഡിസ്കവറി എന്ന് പറയുന്ന മിമിക്സ് ട്രൂപ്പിൽ മിമിക്സ് പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു അനുഭവമുണ്ട്. അതായത് ഫസ്റ്റ് നമ്മുടെ പരിപാടി, സെക്കൻഡ് നാടകം. നമ്മുടെ പരിപാടി തുടങ്ങുന്നത് ഏകദേശം 12 മണിയായി. അത് കഴിഞ്ഞിട്ടാണ് നാടകം. അപ്പോൾ നാടകം വേറൊരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അവർ വന്ന് നിൽക്കുന്നു. 12 മണിക്ക് പൂജയെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അവിടെ ചെന്നപ്പോഴേ ആൾക്കാരെല്ലാം മഴയും പെയ്തിങ്ങനെ ഭയങ്കര മുഷിഞ്ഞിരിക്കുന്ന ഇവന്മാരൊന്ന് തീർന്നിരുന്നെങ്കിൽ എന്നാണ് കമ്മിറ്റിക്കാരൊക്കെ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മിമിക്സ് തുടങ്ങി. ഏകദേശം ഇത് വഴിപാടായിട്ട് ചില ആൾക്കാരൊക്കെ വന്നിരുന്ന് കാണാനൊക്കെ ഇരിക്കും. ഇങ്ങനെ ഉറങ്ങിയിരിക്കും. ആരെങ്കിലും ഒന്ന് കൂ ഇങ്ങനെ കൂണ് കൂ കൂ ഒന്നും കാണില്ല. ഇല്ലെങ്കിൽ കയ്യടിയാണെങ്കിലും അതുപോലെ തന്നെ കയ്യടിക്കണമെങ്കിൽ ഒന്നും അറിയാതെ ചില ആൾക്കാർ ഫ്രണ്ടിലൊക്കെ വന്നിരിക്കും. അതുപോലെ എന്തോ താല്പര്യമില്ലാത്ത വഴിപാട് പോലെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ പരിപാടി ഒരല്പം ഡിമ്മാവാൻ കാരണം എന്ന് പറഞ്ഞാൽ വോൾട്ടേജും പ്രശ്നം. അപ്പം നമ്മൾ ഈ മിമിക്സ് ഗാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടൊന്നും പുറത്ത് കേൾക്കുന്നില്ല. സ്പീക്കറായിരുന്നു ഇങ്ങനെയൊക്കെ ഇരുന്ന് പതറുന്ന കാരണം ഭയങ്കര ആൾക്കാർ കൂവലും എന്തോടെ ഇറങ്ങി പോളെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ സമിതിക്കൊരു ചിട്ടയുണ്ട്. ഇന്റർവെൽ ആവുമ്പോൾ അനൗൺസ് ചെയ്യണം. ആർട്ടിസ്റ്റുകളെല്ലാം ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പരിപാടി ഭയങ്കരമായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും എനിക്കും ഭയങ്കര ടെൻഷനുണ്ട്. പക്ഷേ എനിക്ക് ഈ ഇന്റർവെല്ലിന് അനൗൺസ് ചെയ്തേ പറ്റൂ, സമിതിയുടെ അഡ്രസ്സൊക്കെ. അങ്ങനെ ഞാൻ ആൾക്കാരൊക്കെ ഭയങ്കര ബഹളം കൂടുന്നു, എന്തോടെ മതിയാകടാ ഇങ്ങനെയൊക്കെ പറയുന്നു. പക്ഷേ ഞാൻ മൈക്കെടുത്ത് വെച്ചിട്ട്, പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി ബുക്ക് ചെയ്തതിന് വിലാസം, നമ്മുടെ പരിപാടിയുടെ നേരിട്ടുള്ള അന്വേഷണക്കും ബുക്കിങ്ങിനും എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ നിന്ന് പറയാണ്, ഡാടാ മതിയാക്ക്, ഇനി അഡ്രസ്സും കൂടെ പറഞ്ഞിട്ട് വേണം അവർ വണ്ടി വിളിച്ച് വീട്ടിൽ വന്ന് അടിയേരാൻ. ഇനി അതൊന്നും പറയണ്ട, അല്ലെങ്കിൽ അടി ഇവിടുന്ന് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചു. കാരണം ആ ഒരു അവസ്ഥ അത് അവന് മനസ്സിലായി, എനിക്കും ഏകദേശമൊക്കെ മനസ്സിലായി. അത് കഴിഞ്ഞിട്ടാണ് നാടകം. ഈ പ്രൊഫഷണൽ നാടകമൊക്കെ ചിലപ്പോൾ ഒരു സൗണ്ട് പിന്നെ വളരെ ലീനായിട്ടുള്ള സൗണ്ടാണെങ്കിൽ അതൊന്ന് ബേസ് ആക്കാൻ വേണ്ടിയിട്ട് ചില ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ പറയും, ഹലോ പ്രിയമുള്ളവരെ. ഇത് സാധാരണ പ്രൊഫഷണൽ. ഇനിയിപ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് നാടകമൊക്കെ ആണെങ്കിൽ പറയേണ്ട കാര്യമല്ല. അനൗൺസ്മെന്റ് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് ഏത് രീതിയിൽ നാടകം ചെന്ന് കലാശിക്കുമെന്ന്. അങ്ങനെ അതിന്റെ അനൗൺസ്മെന്റ് ഞാൻ വേണമെങ്കിൽ 1-2 ഇവിടെ അവതരിപ്പിക്കാം. ഹലോ പ്രിയമുള്ളവരെ, അടുത്ത കൊല്ലന് നാടകം ആരംഭിക്കുകയായി. നാടകം ആരംഭിക്കുന്നതിന് മുമ്പായി നാടക വണ്ടി ഡ്രൈവർ ഉത്തമന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാടകം ആരംഭിക്കുകയാണ്. വണ്ടിയുടെ 4 ഡോറും തുറന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുക. ഇതിൽ ആർട്ടിസ്റ്റുകളെ ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. ഈ അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ മനസ്സിലായല്ലോ ഇനി നാടകം കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന്. അപ്പോ ഇനി നമുക്ക് ഒരു സ്റ്റേജ് നാടകത്തിലേക്ക് കടക്കാം. നാടകം ആരംഭിക്കുന്നു. ചങ്ങനാശ്ശേരി നിത്യപട്ടിണി തിയേറ്റേഴ്സിന്റെ 16ാമത് നാടകം അച്ഛൻ ഇരിക്കാത്ത വീട് അഥവാ നോ സിറ്റിംഗ് ഡാഡി ഹൌസ്. അമ്മേ നാരായണ, എന്തൊരു തണുപ്പ്! തണുപ്പ് കാരണം വിയർത്തൊഴുകുന്നു. ഈ ഗോപാലൻ ഇതെവിടെ പോയി കിടക്കുന്നു? ഗോപാല, എടാ ഗോപാല! മുതലാളി, ഞാൻ ചായ ഇടാനായി അടുക്കളയിൽ ചെന്നപ്പോ പറയടാ. അടുക്കളയിൽ ചെന്നപ്പോൾ ഗ്യാസ് തുറന്നപ്പോൾ, ഈശ്വര, ഗ്യാസ് തുറന്നപ്പോ അതിൽ ഗ്യാസ് ഇല്ല. വൃത്തികെട്ടവരെ! അയ്യോ അയ്യോ! പിന്നെ മുതലാളി, ആ ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിൽ ഞാൻ താമസിച്ചോട്ടെ, വാടക തരാം. എന്ത് വാടകയോ? ഗോപാല, നീ തന്നെയാണോടാ എന്നോട് ഇത് പറഞ്ഞത്? മുതലാളി, നീ എനിക്ക് അന്യനാണോടാ? നിന്നെ ഞാനൊരു വേലക്കാരനായിട്ടാണോടാ കാണുന്നത്? പറയടാ, പറയ്. വാടക പോലും വാടക. മാപ്പ് മുതലാളി, മാപ്പ് മാപ്പ്. നിനക്ക് ആ വീട്ടിൽ താമസിക്കാൻ വാടകയില്ല. ആ വാക്കിന് മേലാൽ ഈ വീട്ടിൽ ഉച്ചരിക്കരുത്. പിന്നെ റെന്റ് ഇംഗ്ലീഷിൽ പറഞ്ഞു പഠിക്കണം, മനസ്സിലായോ? റെന്റ്. ഈ സമൂഹത്തിൽ ആരും വാടകക്കാരായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് ഇവരെ വാടകക്കാരാക്കുന്നത്. അമ്പലത്തിൽ പോയിട്ടെന്താ ഗോപി തൊട്ടില്ലേ? ഇല്ല. അതെന്താ ഗോപി തൊടുന്നത് നിനക്ക് ഇഷ്ടമല്ലേടി? ഗോപിയേട്ടൻ തൊടുന്നതിനേക്കാൾ രാജേട്ടൻ തൊടുന്നതാ എനിക്കിഷ്ടം. എന്താടാ? റെയിൽവേ ട്രാക്കിൽ. ഈശ്വര, പറയടാ. റെയിൽവേ ട്രാക്കിൽ പറയടാ. ഒരു വലിയ ട്രെയിൻ. ഈ സമൂഹത്തിൽ ആരും ഇങ്ങനെ മന്ദബുദ്ധികളായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ മന്ദബുദ്ധികളാക്കുന്നത്. ബൈ ദ ബൈ, ലക്ഷ്മി, മുളന്തടിയോ? അല്ല, മോളെന്തിയടിയെന്ന്. അവൾ അപ്പുറത്തെങ്ങാനും കാണും. അച്ഛാ,
മോളെങ്ങോട്ടാ? ഞാൻ കുളിക്കാൻ പോവാ അച്ഛാ. നിൽക്ക. ഇന്നലെ രാത്രി ആരായിരുന്നടി നിന്റെ മുറിയിൽ? അത് അപ്പുറത്തെ വീട്ടിലെ ഷീബയായിരുന്നു അച്ഛാ. ഇനി അവൾ വരുമ്പോ പറയണം ഇങ്ങനെ ബീഡിയും തീപ്പെട്ടിയൊന്നും മറന്നു വെച്ചിട്ട് പോകരുതെന്ന്. എന്നാ പിടിച്ചോ. ശരി അച്ഛാ. നിൽക്കടി. നിനക്കപ്പുറത്തെ രാജേഷുമായി എന്താടി ബന്ധം? അച്ഛാ, അത് പിന്നെ ഞങ്ങൾ അടുപ്പിലാ. അടുപ്പിലോ? അല്ല, അടുപ്പത്തിലാണെന്ന്. എന്തു പറഞ്ഞടി? നിർത്താൻ. ഇല്ല, ഇനി ഞാൻ ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കില്ല. ഞാൻ വല്ല ആറ്റിലോ പുഴയിലോ ചാടി. പിടിവിട്. അടിച്ചു നനച്ച് കുളിച്ചിട്ട് വരാമെന്ന്. ഭയങ്കര ചൂട്. സാവിത്രി, നമ്മുടെ 3 മക്കളിൽ ഇവൾ മാത്രം എന്താടി ഇങ്ങനെ ആയിപ്പോയത്? സത്യം പറ, ഇതാരുടെ കുട്ടിയാടി? ചേട്ടാ, ഞാനൊരു സത്യം പറയട്ടെ. പറയടി. ഈ പോയതാ നിങ്ങളുടെ കുട്ടി. അച്ഛാ. എന്താ മോളെ, എന്തു പറ്റി? ഞാൻ കുളിച്ചുകൊണ്ട് നിന്നപ്പോ അപ്പുറത്തെ സുരേഷ് ഓലകൾക്കിടയിലൂടെ ഒഴിഞ്ഞു നോക്കി. അച്ഛാ. എടാ സുരേഷ്, ഇതവന്റെ സ്ഥിരം പതിവാ. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല. എവിടെ എന്റെ വെട്ടുകത്തി? വേണ്ട ചേട്ടാ, വേണ്ട. അവരെ ഒന്നും ചെയ്യരുത്. മാറി അങ്ങോട്ട്. മോളെ പിടിച്ചു മാറ്റ്. അച്ഛാ, ഒന്നും ചെയ്യരുത്. അച്ഛാ. അയ്യോ മോളെ, വെട്ടൊന്നും മുറി രണ്ടെന്ന സ്വഭാവക്കാരനാണ് എന്റെ അച്ഛൻ. ഇനി എന്തൊക്കെയാണാവോ കാട്ടിക്കൂട്ടാൻ പോകുന്നത്. നീ പോയി നോക്കിയിട്ട് വാ. അച്ഛാ. അമ്മേ, അച്ഛനത് ചെയ്തു. ചേട്ടനത് ചെയ്തു അല്ലേ? അതേടി, അവസാനം എനിക്കത് ചെയ്യേണ്ടി വന്നു. ചേട്ടാ, ഞാൻ വെട്ടി. ആരെ? ആ ചാഞ്ഞു കിടന്ന ഓലെ. ഇനി അവന് കുളിസീൻ സൂപ്പറായിട്ട് കാണാം. അല്ല, ആരായി വന്നിരിക്കുന്നത്? എന്താ, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാവിത്രി, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല. എന്റെ പൊന്നുമോൾക്ക് മനസ്സിലായോ? ഇല്ലച്ചാ. പറയും പോലെ എനിക്കും മനസ്സിലായില്ല. അമ്മാവാ, അമ്മാവൻ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ അടിച്ചുതളിക്കാരി സുന്ദരന്റെ മകൻ ജാനു. എന്താ? അല്ല, ജാനുവിന്റെ മകൻ സുന്ദരൻ. നീ ഇത്രയും കാലം എവിടെയായിരുന്നടാ? കാനഡയിൽ. എന്തിന്റെ ഇടയിൽ? കാനഡയിലെ എന്നെ കൂടെ തെറ്റിക്കില്ല. ഹായ് സുന്ദരൻ. മോനെ, ഗൾഫിൽ നിന്നും വന്നിട്ട് ഈ അമ്മായിക്കൊന്നും കൊണ്ടുവന്നില്ലേ മകനെ? അമ്മായി എനിക്ക് മറക്കാൻ കഴിയുമോ? എന്റെ ജാനുവിന്റെ മോനെ, എനിക്കറിയാം. ഇതമ്മായി 10 പവന്റെ സ്വർണം. ഹായ്. ഇട്ടുവെക്കാനുള്ള പെട്ടി. നിന്റെ തള്ളക്കോട്ടെ കൊറ. ഈ സമൂഹത്തിലാരും ഗൾഫുകാരായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ ഗൾഫുകാരനാക്കി മാറ്റുന്നത്. അച്ഛാ. എന്താ മോളെ? ദേ അമ്മ തുണി കഴുകാൻ വിളിക്കുന്നു. നോ. ഒരു റിട്ടയർ അധ്യാപകനായ മേലെടുത്ത് രാഘവൻ നായരെ നിന്റെ അമ്മ ഒരിക്കലും തുണി കഴുകാൻ വിളിക്കില്ല. പിന്നെ വല്ല കക്കൂസങ്ങാനും കഴുകി കൊടുക്കാനായിരിക്കും പെണ്ണെ. ഞാൻ എന്തായാലും പോയി കഴുകി കൊടുത്തിട്ട് വരാം. ഈ സമൂഹത്തിലാരും ശരീരമില്ലാത്തവരായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരുടെ ശരീരം ഇല്ലാതാക്കുന്നത്. നാളെ നിർത്ത്. ഞാൻ കമ്മറ്റിക്കാരനാ. എന്താ കാര്യം? ആരാ എന്റെ സംവിധായകൻ? ഞാനാ. നേരെ പറയടേ. ഞാനാണ്. അങ്ങനെ പറ. അപ്പുറത്തോട്ട് വാ. എന്താണ്? വാടേ, കാര്യമുണ്ട്. ശരി, അണ്ണൻ നടന്നോ. അതെ, സംഭവം ട്രീറ്റിനാണ്. വെള്ളം അടിക്കാനായിരിക്കും. ഞാൻ എന്തായാലും അടിച്ചിട്ട് ബാലൻസ് നിന്ന് കൊണ്ടുവരാം. നിങ്ങൾ നാടകം തുടർന്നോ? ഞാനിപ്പോ വരാം. അയ്യോ അമ്മാവാ, ഇതെന്തു പറ്റി? ഓടാ വൃത്തികെട്ടവനെ ബലം വിട്ട് സംസാരിക്കടാ. അണ്ണ എന്ത് പറ്റിയാണ് ഞങ്ങൾക്ക്? എടേ, ഈ സമൂഹത്തിൽ ആരും കൈയും കാലും ഇല്ലാത്തവരായിട്ട് ജനിക്കും. ഈ സമൂഹമാണ് എന്നെ പോലുള്ളവരുടെയൊക്കെ കൈയും കാലും ഇല്ലാതാക്കുന്നത്. ഇതോടെ നമ്മുടെ നാടകം തീർന്നു.